അപ്പോൾ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു അർമേനിയ വന്നിട്ട്. യസീദികളുടെ അമ്പലം. ഒരു കാലത്ത് കുമാരികാണ്ഡത്തുനിന്ന് വേർപെട്ടു പോയതിൻ്റെ ഒരു തുടർച്ച, വീണ്ടും ഒരു എന്താ പറയുക, ഒരു എനർജി കണക്ഷൻ, ഭഗവാന്റെ നിർദ്ദേശം വീണ്ടും എത്തിയിരിക്കുകയാണ്. അത് നമുക്ക് അമ്പലത്തിൽ പോകാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതാണ് അമ്പലം, നമുക്ക് കാണാൻ പറ്റും. കുറെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഞാൻ ആദ്യം അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഷഷ്ടിയാണ്. ഷഷ്ടി ദിവസം തന്നെ എത്താൻ പറ്റിയെന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം. എന്താ പറയാ, ഒരു എവിടെയോ ഭൂമിയുടെ വേറൊരു സൈഡില് ഒരു എന്താ പറയാ, ഒരു കുറെ കാലം മുമ്പ് വിട്ടുപോയ കുറെ കണ്ണികൾ അവരവരുടെ ആചാരമായിട്ട് നടക്കുന്നു. അവിടെ വീണ്ടും ചരിത്രം കണക്ട് ചെയ്യാണ്. ഇവിടെ വന്ന് കുറച്ചു നേരം മുരുകനെ പ്രാർത്ഥിക്കണം. പറ്റിക്ക് മുരുകൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെച്ച് പ്രാർത്ഥിക്കണം. പറ്റിക്ക് ഫോട്ടോ അവർക്ക് കൊടുക്കണം. ആരെങ്കിലും ഒന്നും ഒരു ഐഡിയ ഇല്ല, നോക്കാം. അമ്പലം ഒന്നുകൂടി വ്യക്തമായി കണ്ടു തുടങ്ങി. അപ്പോ അമ്പലം ബാക്കിയുള്ള കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെ, കൂടുതൽ സംസാരിക്കാം. അതായത് പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം. അപ്പോൾ നമ്മളങ്ങനെ അർമേനിയയിലെ യസീദികളുടെ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, മയിലിനെ അവിടെ ഒരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഒരു മയിൽ കാണാം. മയിലിൻ്റെ മേലെ നിൽക്കണ ഒരു മാലാഖയാണ് ഒരു ദൈവം, അത് നമ്മുടെ മുരുകൻ. അപ്പോൾ മുരുകൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. പറ്റുമെങ്കിൽ ഇവിടുത്തെ ആൾക്കാരാരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് ഈ ഫോട്ടോ കൊടുക്കണമെന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നിരിക്കുകയാണ്, വന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതൊരു എന്താ പറയുക, ഭഗവാന്റെ അനുഗ്രഹത്താൽ കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഓം ശരവണം മായ നമഃ.
അപ്പോൾ നമ്മളിവിടുന്ന് പ്രാർത്ഥിച്ചു, മുരുകൻ്റെ പടം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റി. അതുമല്ല, ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ അത്ഭുതമായ ഒരു കാര്യം അറിഞ്ഞു ഇവിടെ വന്നപ്പോൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ്, ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു, ഒരു സ്വീഡന്ന് വന്നിട്ടുള്ള ഒരു യസീദികളെ കണ്ടു. അപ്പോൾ യസീദി കണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ അവർ ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരാൾ മോസ്കോ എന്നും പിന്നെ രണ്ടുപേര് സ്വീഡൻ, ഭാര്യയും ഭർത്താവും സ്വീഡൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആളാണ് നമ്മളോട് പറഞ്ഞത് നാളെയാണ് ഈ ബിൽഡിങ് പണിതതിൻ്റെ വാർഷികം. അപ്പോൾ നാളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും യസീദികൾ ഇവിടെ വരുന്നുണ്ട്. ഇറാഖിൽ നിന്നൊക്കെ അടക്കം യസീദികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. വലിയൊരു ഫങ്ഷനാണ് നാളെ, നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്. കറക്റ്റ് ആ വാർഷികത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത്. അപ്പോൾ നാളെ എന്തായാലും വരണമെന്നുണ്ട്. എന്താ ഉണ്ടാവുക വന്ന് ഇവരൊക്കെ കാണണമെന്നുണ്ട്. പറ്റുമെങ്കിൽ മെയിൻ ആൾക്ക് ആ ഫോട്ടോ സമർപ്പിക്കണം എന്നുണ്ട്. നോക്കാം, ഭഗവാൻ സഹായിച്ചിട്ട്. അതൊരു അത്ഭുതമാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഭഗവാൻ ചില അത്ഭുതങ്ങളൊക്കെ കാത്തുവെക്കുക എന്ന് പറയില്ലേ. എത്രയോ കാലം മുമ്പ് കുമാരികാണ്ഡത്തിൽ നിന്ന് കണക്ട് ചെയ്ത് വിട്ടുപോയിട്ടുള്ള വലിയൊരു വിഭാഗം, അത് ലോകത്തിൽ എവിടെയോ അവരൊരു സംസ്കാരമായിട്ട് അവർ ജീവിക്കണം. ആ ജീവിക്കുമ്പോൾ അവർക്ക് ഈ കണ്ണികളൊക്കെ വിട്ടുപോയി അറ്റുപോയി അവർ പുതിയൊരു രീതിയിൽ ജീവിക്കണം. അവർക്ക് അവരുടേതായ സിസ്റ്റം വരുന്നു. പക്ഷെ അവർ പ്രാർത്ഥിക്കുന്ന ദൈവം മയിൽമേ ഇരിക്കുന്ന മാലാക. അവരൊരു ഇന്ത്യൻ സ്റ്റൈലിലെ ആചാരങ്ങളൊക്കെ അവർ പിന്തുടരണം. അവർ പല ലോകത്തിലും പല ഭാഗത്തായിട്ട് ചിതറി കിടക്കണം. അവർക്കൊരു അമ്പലം ഇറാഖിലുണ്ട്, പിന്നെ അർമേനിയ ഉണ്ട്, ജോർജിയ ഉണ്ട്. പ്രധാന അമ്പലങ്ങൾ ഇതാണ്. അവിടെ ഭഗവാന്റെ മുരുകയുഗത്തിൽ അത് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ ഡയറക്ഷൻ വരുന്നു. ഭഗവാൻ തീരുമാനിക്കണു. പഴയതെല്ലാം കണ്ണികളെല്ലാം കൂടിച്ചേരണം എന്നുള്ളതിൽ തീരുമാനിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഡയറക്ഷനിൽ ഞാനിവിടെ അർമേനിയ എത്തുന്നു. അർമേനിയയിൽ അവരെ പ്രധാനപ്പെട്ട അമ്പലത്തിലേക്ക് ഇന്ന് ഷഷ്ടി ദിവസം എത്താൻ പറ്റണു. എത്തി ഇവിടെ വരുമ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരം ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റണു. ആ സമയത്ത് അവിടുത്തെ ഒരു പൂജാരി വന്ന് അവരുടെ സിസ്റ്റത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് സ്വീഡന്ന് കുറച്ച് ആൾക്കാർ വരുന്നത്. അവരോട് വെറുതെ പരിചയപ്പെട്ടു. അവർ നമ്മുടെ മുരുകനെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് അവർക്ക് എന്താ പറയുക, എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവം ഉണ്ടല്ലോ എന്ന് കേട്ടിട്ടുണ്ട് ചില ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷെ അവരിത് പടം കാണുമ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കണു. അപ്പോഴാണ് അവർ പറയുന്നത് നാളെയാണ് ഈ ബിൽഡിങ്, അത് ഈ അമ്പലം പണിതതിൻ്റെ വാർഷികം വരുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ഇറാഖിൽ നടക്കുക, അതായത് മെയിൻ ടെമ്പിളിൽ നിന്നടക്കം ആൾക്കാർ നാളെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആകെ ഒരു ഇതായി പോയി, പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇതൊന്നും നമ്മൾ അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ യാത്ര ഫിക്സ് ചെയ്യുമ്പോൾ ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, അപ്പോഴാണ് ആ സ്വീഡന്ന് വന്ന അവർ പറയണത് നാളെയാണ് ഈ ബിൽഡിങ് എൻ്റെ വാർഷികം. ലോകത്തുനിന്ന് എല്ലാ ആൾക്കാരും അവിടെ എത്തിയ ചെയ്തികൾ ഇവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ ഞാൻ അതാ പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഡേറ്റ് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് എന്നുള്ള NOC ലഭിക്കാൻ ഒരുപാട് ഫോർമാലിറ്റീസാണ്. അപ്പോൾ ഓഫീസിലത്തെ സാഹചര്യം നോക്കിയിട്ടും അവിടുത്തെ വർക്കില്ലാത്ത സമയം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ലീവിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒക്ടോബർ 12 നമ്മുടെ പ്രോഗ്രാം വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചായി ആ ലീവും കൂടി കണക്ട് ചെയ്യാം. പിന്നെ തായ്വാനിലേക്ക് എൻ്റെ കൂടെ വരുന്ന ആൾക്കാരുടെ ഒഴിവും കൂടി നോക്കിയിട്ടൊക്കെയാണ് ഈ ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ തായ്വാൻ ഫസ്റ്റ് വന്നിട്ട് മറ്റേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ അയാൾക്ക് എൻ്റെ കൂടെ തായ്വാനിലേക്ക് വരുന്ന ആൾ മലേഷ്യയിൽ നിന്നാണ് വരുന്ന ആൾ, കൊളംബിയയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ആൾക്ക് കുറച്ച് അസൗകര്യം ഉണ്ടോ, മാറ്റാൻ പറ്റുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് മാറുന്നത്. ഇതിലേക്ക് മാറി ഇന്ന് ആദ്യത്തെ 22-23 ദിവസങ്ങളിലൊക്കെ വരേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ജീവന് അവിടെ ദുബായിൽ ഓഫീസിൽ കുറേ വർക്കുള്ള കാരണം ആൾക്ക് 26-ാം തീയതി കഴിഞ്ഞാൽ നന്നായി എന്നുള്ളൊരു നോക്കി. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഷഷ്ടി കാണുന്നത്. അപ്പോൾ ആ ഷഷ്ടി കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് നാളെയാണ് ബിൽഡ് ചെയ്യണത്, ലോകത്തിൽ എല്ലാ യസീദികളും എത്ര ദിവസമാണെന്ന് പറഞ്ഞു. അത് ഭഗവാൻ നമുക്ക് എപ്പോഴും ചില അത്ഭുതങ്ങൾ നമുക്ക് വെക്കാറുണ്ട് എല്ലാ സമയത്തും. ആ ഒരു അത്ഭുതം ഇന്ന് ഞാൻ അനുഭവിച്ചു, കണ്ടു, മനസ്സിലാക്കി.
ഇപ്പോൾ എന്താ പറയുക, ഞാൻ നാളെ വരണം, കാലത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട്. കുറേ പേര് സംസാരിച്ച് നമ്മളോട്, കുറേ പേർക്ക് അത്ഭുതം നമ്മുടെ ഫോട്ടോ ഒക്കെ, മുരുകൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ. അവരൊക്കെ നാളെ വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ട് അവരും ഉണ്ടാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് ബാക്കി കാണാം. പറ്റുമെങ്കിൽ മെയിൻ ആൾക്ക് ആ ഫോട്ടോ കൊടുക്കണം എന്നുണ്ട് ഭഗവാന്റെ. ഇത് ഈ അമ്പലം നിർമ്മിച്ച ആളുടെ മെമ്മോറിയലായിട്ട് പണിതിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിർസ സ്ലോയൻ, ആർമേനിയക്കാരനാണ്. അദ്ദേഹം ഇറാഖിലുള്ള യസീദിലുള്ള അതേ രീതിയിൽ വലിയൊരു അമ്പലം ആർമേനിയയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പണിതാണ്. ആ പണിതതിൻ്റെ വാർഷികമാണ് നാളെ. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ്. ഒരുപാട് പേര് ഇന്ന് ഇവിടെ വരുന്നുണ്ട്, കാരണം നാളെ പ്രോഗ്രാമായ കാരണം അവരൊക്കെ വന്ന് അദ്ദേഹത്തിന് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. ഒരുപാട് പേര് പുഷ്പങ്ങൾ ഒരുപാട് പേര് സമർപ്പിച്ചത് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടുവല്ലോ. അപ്പോൾ നാളെയാണ് ആ ദിവസം. ഓക്കെ, അവിടെ അപ്പുറത്ത് ചെറിയൊരു അമ്പലം കൂടി ഉണ്ട് അവിടെ. ഇതാ ചെറിയൊരു അമ്പലമാണ്. വലിയ അമ്പലത്തിനടുത്ത് ഇവിടെയും കണ്ടില്ലേ, മയിലിനെയാണ് ഗംഭീരമായിട്ട് വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ഓരോ തുടർച്ചകളും അനുഗ്രഹങ്ങളും ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. ഓം ശരണഭവായ നമഃ. വെട്ടിവേൽ മുരുകനിക്ക് ഹരോഹര, ജ്ഞാനവേൽ മുരുകനിക്ക് ഹരോഹര, ജ്ഞാനദണ്ഡായുധപാണിക്ക് ഹരോഹര, വീരവേൽ മുരുകനിക്ക് ഹരോഹര. ജയ് വൈനാടവ.